ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിൽ BMW M3 GTR ഉണ്ട്. ഇതാണ് വണ്ടി. കൊള്ളാവോ? ഇത് മേടിക്കണ സമയത്ത് എത്ര 2.5 മില്യൺ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നല്ല വിലയുണ്ട്. സൗണ്ട് ഇങ്ങനെയാട്ടാ, ഇൻറ്റീരിയർ ഇങ്ങനെ. കൊള്ളാവോ? സൗണ്ട് കുറച്ചിട്ടുണ്ട് ഗൈസ്. ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. ആർക്കൊക്കെ ഈ വണ്ടി ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റിലൂടെ പറയുക. എൻ്റെ ഫേവററ്റ് വണ്ടിയാണ് BMW. എൻ്റെ കയ്യിലുണ്ട്. ജസ്റ്റ് എത്തി. പിന്നെ സൈഡിൽ 2 ഓട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇത് കിട്ടിയപ്പോൾ എന്നെ ഇതിന് ബോഡി കിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കയറ്റിയിട്ടുണ്ട് കുറച്ച്. നല്ല വിലയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ അതിനുള്ള ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഇതിന് അത്യാവശ്യത്തിന് നല്ല സ്പീഡുണ്ട്. ഗൈസ്, നമുക്ക് ഇവിടെ എയർപോർട്ടിലൊന്ന് ജമ്പ് അടിച്ച് നോക്കിയാൽ ഇത് വെച്ചിട്ട് എത്ര മീറ്റർ പോകുമെന്ന് നോക്കാം. അതേത് ഗൈസ്, ഇതാണ്. എൻ്റെ ഹെഡ്ലൈറ്റ് വേറെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇതാണ് വെച്ചത്. സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് വേറെ ആയിരുന്നു. എനിക്ക് പക്ഷേ ഇത് ഇഷ്ടമായി. നമുക്ക് ജമ്പടിക്കാം. 300 അടിക്കുമോന്നറിയില്ല. 300ൻ്റെ അടുത്തെത്തി. 300 അടിച്ചിട്ടില്ല ഗൈസ്. കിട്ടുമെന്നറിയില്ല. 3 സ്റ്റാർ കിട്ടിയിട്ടുള്ളൂ. 4th റാങ്കാണ് ഗൈസ് കിട്ടിയുള്ളൂ. പക്ഷേ ഈ വണ്ടീനെ ആർക്കും മിസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് വണ്ടിയാണ്. ഏതൊരു ഗെയിമിലത്തെ എഡിറ്റിൽ ഞാൻ കണ്ടതായിരുന്നു ഈ വണ്ടിയുടെ ഇത്. ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കി. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. എനിക്കിഷ്ടമായി. ഡോറൊക്കെ സാധാ തുറക്കണ പോലെ തന്നെ. BMW എക്സ്ട്രീം തന്നെ. എക്സ്ട്രീമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ നമ്പർ പ്ലേറ്റിൽ അത്രയ്ക്ക് എഴുതാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് തൽക്കാലം. ഇതിൻ്റെ ബാക്കിൽ സീറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇരുന്ന ഫുള്ള് ഇതേ കാണുള്ളൂ. കുറേ കമ്പി ഇതൊക്കെ. അതിനെന്തൊട്ട് പേരുണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. എനിക്ക് പക്ഷെ ഇത് ഇഷ്ടമായി. വണ്ടിയാണ് ഗൈസ്. അതിൻ്റെ ഇതിപ്പോൾ പോയി. ഇനി നിങ്ങൾ മേടിക്കാൻ നോക്കുകയാണെങ്കിൽ അത് മേടിക്കാൻ പറ്റില്ല. ഈ വണ്ടി മേടിക്കാൻ പറ്റില്ല. എൻ്റെ ഇത് പോയിട്ടുണ്ട്. ഗരാജ് കയറ്റിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ടോപ്പ് സ്പീഡ് 303 ബോഡി കിറ്റിക്ക് പോകുമ്പോൾ ഉണ്ടോ, ഇങ്ങനത്തെ ഉണ്ട്, ഇങ്ങനെയായിരുന്നു സാധാ. ഹെഡ്ലൈറ്റ് ഉണ്ടോ, ഇതിങ്ങനെയായിരുന്നു. ഞാനത് മാറ്റിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇതായിരുന്നു ആദ്യത്തെ ഹെഡ്ലൈറ്റ്. ഞാനത് ഇത് വെച്ചിട്ടുണ്ട്. എക്സോസ്റ്റ്. പൊട്ടോന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം പൊട്ടുമായിരിക്കും. ഓടിച്ച് വെക്കാം ഗായ്സ്. ഈ വണ്ടി ഞാൻ കുറേ നാൾ കഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. എൻ്റെ കയ്യിൽ കാശ് എന്നൊരു സാധനം ഉണ്ടായിരുന്നില്ല. ഇത് പോ ഗായ്സ്, ഇതാണ് എൻ്റെ വണ്ടി BMW. എൻ്റെ BMWയുടെ ഇലക്ട്രിക് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം.
ഗൈസ് നമ്മൾ മലയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. റേസിന് പോണോ? വേണ്ട ഗൈസ്. എൻ്റെ 106 ഗോൾഡ് ഉണ്ട്. ഗോൾഡ് വെച്ചിട്ട് വല്ലതും മേടിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്. കുറേ നാളെ എൻ്റെ കയ്യിൽ വെറുതെ ഇരിക്കുകയാണ്. എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം. ജീവഗൺ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ കുറേ വണ്ടികളുണ്ട്. അതൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഏകദേശം 50-നടുത്ത് വണ്ടികളുണ്ടാവുമായിരിക്കും. അത് 50 കഴിഞ്ഞിട്ടുണ്ടാവും, അറിയില്ല. വണ്ടി ഇതാണ്, BMW. നല്ല കൺട്രോളിങ് ഉണ്ട് കേട്ടോ. ഇതിന് നല്ല കൺട്രോളിങ്ങാണ്. വളവൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടപ്പോൾ വളയരുത്. ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ പറ്റും. പക്ഷെ ഞാൻ ചെയ്യാറില്ല. എനിക്ക് അധികം ഡ്രിഫ്റ്റ് ചെയ്യാം. അയ്യോ ഗൈസ്, ഞാൻ ഇങ്ങോട്ടൊന്ന് ചാടിയിട്ടുണ്ട്. ഒരു ആഴ്ചയെങ്കിലും ഡ്രിഫ്റ്റ് മര്യാദയ്ക്ക് ചെയ്തു. ഗൈസ്, ഡ്രിഫ്റ്റ് ചെയ്യാൻ അറിയാം നമുക്ക്. ഗൈസ്, നമ്മുടെ ഈ ബീസ്റ്റിനെ വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ BMW. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ പീസ് ഔട്ട്.